പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കെ സുധാകരൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടത് ശരിയായില്ലെന്നാണ് സുധാകരന്റെ വിമർശനം. താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. മർദ്ദനം സഹിച്ച ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെ കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ടെന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അതിലൊന്നും ഭർത്താവ് ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ചോദ്യത്തിനുത്തരമായിട്ടാണ്, പക്ഷെ അത് മോശമായി പോയി എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെ തന്നെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള തർക്കങ്ങൾ, അകൽച്ചയൊക്കെ വാർത്തയായിട്ടുള്ളതാണ്. ഇപ്പോൾ വി ഡി സതീശൻ അന്നേ ദിവസം, അതായത് ഈ വാർത്ത പുറത്തു വന്ന ദിവസം തന്നെ ഓണസദ്യയ്ക്ക് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നത് ശരിയായില്ല എന്ന പ്രതികരണം അദ്ദേഹം നടത്തുന്നു. മാത്രമല്ല അത് പാർട്ടിയിൽ ചർച്ചയാകുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അർജുൻ, സ്മൃതി, അതായത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇത്തരമൊരു ഓണസദ്യ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആ സദ്യയിൽ പങ്കെടുത്തതുമാണ്. ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കേണ്ടുന്ന ഒരു സന്ദർഭമായിരുന്നില്ല എന്ന് പാർട്ടിക്കകത്തു നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോലും അത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ചടങ്ങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്ന സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഒരുപാട് ഘട്ടങ്ങളിൽ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യാതാണ്. ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ താനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം CPM-മായി നേരിട്ട് ഒരുപാട് വിഷയങ്ങളിൽ ഇത്തരത്തിൽ നേരിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരമായ രീതിയിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിലും അങ്ങനെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കേണ്ടുന്ന സന്ദർഭം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പാർട്ടിക്കകത്തു നിന്നും ഉയരുന്ന വിമർശനങ്ങളുടെ ഒരു ധ്വനി മാത്രമാണ് ഇപ്പോൾ കെ സുധാകരന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും മറ്റ് നേതാക്കൾ ഏത് തരത്തിലായിരിക്കും ഈ സംഭവത്തെ പ്രതികരിക്കുക? സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക ചുമതല വഹിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉൾപ്പെടെ ഇട്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വേണം കരുതാൻ. എന്തായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. 2 വാക്കുകളിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആ സംഭവം ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്തതാണ്, താനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, എന്നാൽ ഈ സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ കെ സുധാകരൻ അങ്ങനെ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ ഈ 2 വാക്കുകളിൽ അദ്ദേഹം പറയേണ്ടത് എല്ലാം പറഞ്ഞു വെക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സ്മൃതി, താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല, അത് മോശമായി പോയി എന്ന് കൂടിയാണ് കെ സുധാകരൻ പറഞ്ഞത്. അർജുൻ, ഇപ്പോൾ കണ്ണൂരിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളോട് സുധാകരൻ പറഞ്ഞതിനോട് ഉള്ള അഭിപ്രായം എന്താണ് എന്ന് ആരാഞ്ഞിരുന്നു? സ്മൃതി, അതായത് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എവിടെ കിട്ടിയാലും കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത്രയും രോക്ഷാകുലമായ രീതിയിൽ, അത്രയും വൈകാരികമായ രീതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവസാനത്തെ ഓണമായിരിക്കും ഇപ്പോൾ ഉണ്ണുന്നത് തുടങ്ങിയിട്ടുള്ള വളരെ ഭീഷണി സ്വരത്തിലുള്ള പ്രതികരണം ഉൾപ്പെടെ നടത്തിയതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള സുജിത്തിനുൾപ്പെടെ മർദ്ദിച്ചിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായിട്ടുള്ള വികാരം
പ്രാദേശിക കോൺഗ്രസ് തലത്തിലുള്ള നേതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ 9 വർഷത്തെ ഈ സംസ്ഥാന ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനിടയിൽ ഒരുപാട് ലോക്കൽ ഈ അത്തരത്തിലുള്ള മർദ്ദനങ്ങൾ, പോലീസിൻ്റെ അക്രമങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന, ഒരുപാട് ലാത്തിച്ചാർജുകൾ ഏൽക്കേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വാഭാവികമായും ഇത്രയും ഭീകരമായ രീതിയിൽ പോലീസ് തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുകയും ഒരുമിച്ച് സദ്യ ഉണ്ണുകയും ചിരിക്കുകയും തളിതമാശകൾ പറയുകയും ചെയ്യുക, അല്ലെങ്കിൽ അത്തരം വളരെ സൗഹാർദ്ദപരമായി ഇടപെടുകയും ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ വളരെ അല്ലെങ്കിൽ വിമർശന വിധേയമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കെ സുധാകരൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും കണ്ണൂരിലെ മറ്റ് പല നേതാക്കളും, DCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർ, അവരെല്ലാം തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് ഈ സംഭവം ഓണസദ്യയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പങ്കെടുത്ത ആ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ചില കമൻറ്റുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ചർച്ച നടത്തുന്നത് കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് അത്രയും ഗൗരവത്തിൽ അല്ലെങ്കിൽ അത്രയും വൈകാരികമായിട്ടുള്ള വിഷയമായതുകൊണ്ട് കൂടിയായിരിക്കണം ആ പ്രവർത്തകന്മാർ അത്രയും വൈകാരികമായ രീതിയിലുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഇട്ടത്. ഇപ്പോൾ കെ സുധാകരൻ്റെ ഈ പ്രതികരണത്തിലൂടെയും ഈ സംഭവത്തിൽ, അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്ന അതേ ദിവസം തന്നെ ഒരുമിച്ചിരുന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സദ്യ കഴിച്ചതിലുള്ള അസംതൃപ്തി കൂടിയാണ് വ്യക്തമാക്കുന്നത്. താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്.